ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കും. കാരണം അത് മാത്രമാണ്. ഇനി ദുനിയാവിൽ ഒരുപാട് മഹാന്മാർ ഞങ്ങളെടുത്ത അമലൊന്നുമില്ല. പക്ഷേ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ, അവിടുത്തെ ഏറ്റവും വലിയ സുഹൃത്തായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഈമാനോ എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാനും ഒരു തട്ടിൽ വെച്ചാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് തൂക്കമെന്ന് പഠിപ്പിക്കാനുള്ള കാരണം എന്തേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൂടുതലൊന്നും അമലില്ലാത്ത കാരണമല്ല, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു അവിടത്തെ ഏറ്റവും വലിയ ഈമാനിനുള്ള കാരണം. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഇസ്രാ മിഅ്റാജിൽ ഒരാള് സമ്മതമായിരുന്നെങ്കിൽ അത് ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോകുമായിരുന്നു. ഇനി മാത്രമല്ല, ഇനി ദുനിയാവിലോ എല്ലാവരും മരണപ്പെടാനുണ്ട്, ഇവിടെ ഒരാളും ബാക്കിയാവരില്ല. അങ്ങനെ ബാക്കിയാവരുണ്ടെങ്കിൽ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ബാക്കിയായുമായിരുന്നു. ആ ഖബർ ശരീഫിൽ നിന്ന് അവിടത്തേക്ക് ഒരു തുണ വേണം ഞങ്ങൾക്ക്. അത് മാത്രമല്ല, എല്ലാവരും മഹ്ശറാവും സഭയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്തിൽ, നഫ്സി നഫ്സി എന്ന് വിളിക്കുന്ന സമയത്തിൽ അവിടെ ആരുമില്ല. സ്വന്തം മാതാപിതാക്കളില്ല, ഭാര്യ മക്കളില്ല, നമ്മെ മതിൽ പറഞ്ഞവരില്ല. എല്ലാരും അതാ അബുൽ ബശർ നമ്മുടെ വാപ്പയായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ചെന്നു. ഓ നമ്മുടെ വാപ്പ, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ, ഞങ്ങൾ ഒരുപാട് വിഷമത്തിലാണെന്ന് പറയുമ്പോൾ അവിടുന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഞാനതിനർഹനല്ല, നിങ്ങൾ അതാ അല്ലാഹുവിന്റെ ചങ്ങാതിയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അരികിൽ പോവുക. എന്നിട്ടതാ എല്ലാവരും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിൽ ചെല്ലുന്നു. അവിടുന്ന് പറയുന്നു, ഞാനതിന് അർഹനല്ല. അങ്ങനെ എല്ലാ നബിമാരെടുത്തും ഉമ്മത്തിങ്ങനെ പോകുന്നു. എല്ലാവരും പറയുന്നു, ഞാനതിനർഹനല്ല. എന്നിട്ടതാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലും ചെല്ലുന്നു. അവിടുന്ന് പറയുന്നു, ഞാനതിനർഹനല്ല. നിങ്ങളതാ പൊന്നാരപ്പുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് നിങ്ങൾ പോവുക. അതാ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അതാ ചെന്നെത്തുന്നു. അവിടുന്ന് ഹബീബായ തങ്ങൾ പറയുന്നു, ഞാനതിനർഹപ്പെട്ടവനാണ്. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടുന്ന് സുജൂദിലേക്ക് വീഴുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഓ അല്ലാഹ്, ഈ ഉമ്മത്തികൾക്ക് ശഫാഅത്ത് ചെയ്യണേ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ അവിടുന്ന് സുജൂദിൽ ചോദിക്കുമ്പോൾ, ഇർഫഅ മുഹമ്മദ്, ഓ നബിയേ, തങ്ങൾ തല ഉയർത്തുക. എന്താണ് നബിയെ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്ത്
ഉമ്മത്തീങ്ങൾ വന്നിട്ടുണ്ട്, അവർക്ക് ശഫാഅത്ത് ചെയ്യണേ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞങ്ങൾ എത്ര ഭാഗ്യവന്മാരാണ്. ഈ സാരഥി അലൈഹിസ്സലാത്തു വസ്സലാം പോലും കൊതിച്ചില്ലേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും കൊതിച്ചില്ലേ, ഞാൻ തങ്ങളുടെ ഉമ്മത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഞങ്ങൾ എത്ര സ്തുതിച്ചാലും പോരാ. കാരണം അത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ അങ്ങേറ്റം സ്നേഹിക്കണം. ഞാൻ ബുറുദയുടെ 3 ബൈത്ത് വിശദീകരിച്ച് എന്റെ വാദം നിർത്താം. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ 163 വരയിൽ എഴുതുകയാണ്. അത് നീണ്ടമായ ചരിത്രമാണ്. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഒരു രാത്രി അതാ നിസ്കരിക്കുകയാണ്, സുന്നത്ത് നിസ്കരിക്കുകയാണ്. വലംതു സുന്നത്തമൻ അഹിയവലമല്ല അനിസ്തകത്ത് കദമാ ഉറമി വറമി. എന്താണല്ലേ ഈ ബൈത്തിന്റെ സാരാംശം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ രാത്രി നിസ്കരിച്ച് അവിടത്തെ കാലതാ നീർപ്പുകെട്ടിരിക്കുന്നു. എന്നിട്ട് ആയിഷ ബീബി ചോദിക്കുന്നു, നബിയെ തങ്ങൾ എന്തിനിത്ര കഷ്ടപ്പെടുന്നത്? അവിടെയല്ലേ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത്? എല്ലാം അല്ലാഹു തആല നൽകിയിട്ടില്ലേ, പിന്നെ എന്തിന് നബിയേ അത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആയിഷ അഫലാ അകൂനു അബ്ദൻ ശകൂറാ. ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ? ഓ മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ചിന്തിക്കേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 റക്അത്തിന്റെ നിസ്കാരത്തിൽ ഞങ്ങൾക്ക് 5 റക്അത്ത് നിസ്കരിച്ചു തന്നത്. ഒരു നിസ്കാരത്തിന് 10 പ്രതിഫലമുള്ള നിസ്കാരം ഞങ്ങൾക്ക് കൃത്യമില്ല സമയത്തിൽ നിസ്കരിക്കണില്ല, ശ്രദ്ധയില്ല, മടിയനാണ്. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ ഈ വാഴയോട് പറയുന്നത് കൃത്യമായി 5 നേരത്തെ നിസ്കരിക്കണം, കളാക്കരുത്. കൃത്യമായ സമയത്ത് തന്നെ നിസ്കരിക്കണം. അതാണ് പുണ്യം, മാത്രമല്ല അതാണ് നമുക്ക് നിർബന്ധം. ഇനി അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ഞങ്ങളതാ സമയമില്ല. അതേപോലെ അയ്യാലൽ വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ വരുന്ന സമയമില്ല. മാത്രമല്ല ഇനി ബാങ്ക് കേൾക്കുന്നു, ഇനി അതാ അസറിന്റെ അവസാന സമയത്തിൽ 3:45 ബാങ്കാണെങ്കിൽ 3:30 അതാ ഉളവെടുത്ത് വന്ന് 2 ഒന്നിച്ച് നിസ്കരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ടിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ മുഹബ്ബത്ത് വെച്ച് കണ്ടിട്ട് 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. അത് മാത്രമല്ല അവിടുത്തെ സഹിച്ചത് എത്ര വേദനയാണ് അറിയുമോ? അതല്ലേ നബി തങ്ങളതാ വിശന്നിട്ട് അവിടുത്തെ വയറിലേക്ക് കല്ല് കെട്ടിതെന്ന് മഹാന്മാര് പറയുന്നത് കണ്ടിട്ടില്ലേ? മാത്രമല്ല ഞാനതാ ഇമാം കല്യൂബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു വിശദീകരിക്കുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശന്നിട്ട് മഹാനായ ആയിഷ ബീബി മന്നാര പുകളായ
ആയിഷ പൊന്നാറ് മകളായ ഫാത്തിമ റളിയല്ലാഹുവിന്റെ ചിറകിൽ ചെന്നു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്നു, നബിയേ വാപ്പ 2 ദിവസമായി ഒന്നും കഴിക്കാതെ